എത്ര കുടിച്ചിട്ടും ദാഹം തീരണല്ല പടച്ചോനെ. അതിനിടയ്ക്ക് ഫോൺ ഓഫാക്കി വെച്ച് സാമി എവിടെ പോയി കിടക്കണ്? ആ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കുത്തി വിളിക്കുക എന്റെ ഷാരോൻ ബായി. എന്നാ അബ്ദുള്ള സാർ, ഷറാട്ടൻ ക്ലബിലെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുക. ഞാൻ അവിടെ എല്ലാം തപ്പി. I told him, Swamiji, but he's always irritating. He's doing. അതെങ്ങനെയാ? ഇവിടെ വിട്ട് പുറത്തിറങ്ങിയ ഇടിച്ച് ഏത് പഴിക്കാ വരണമെന്ന് ആർക്കാ അറിയാ? ആ ഹറാമി രക്ഷപ്പെട്ടു പോയില്ലേ? എല്ലാം ഏർപ്പാടാക്കിട്ട് നിങ്ങൾ മുങ്ങിക്കളഞ്ഞല്ല. ഇവിടെ വന്ന് കുത്തി വിളിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്ന് അറിയോ? ഭയപ്പെടാറുങ്കോ, തഞ്ചാവൂരിൽ നിന്നും അത്ഭുതമാണ് ഒരു സ്വാമി മഠത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തെ കൊണ്ടൊരു ഗംഭീര ശത്രുസംഹാര പൂജ നടത്തി ചരടും പട്ടവും വാങ്ങി. പാഴുങ്ക. പൂജയും മന്ത്രവും കൊണ്ടൊന്നും ഒരു കാര്യമില്ല സ്വാമി. ഈ നേരം കൊണ്ട് എല്ലാം ബാബയെടുത്ത് പോയി പറഞ്ഞിരിക്കും. അല്ലാ, എവിടെ പോയി വിളിക്കണമെന്ന് ആലോചിച്ചിട്ട് ഒരു പൊടിയും കിട്ടണില്ലല്ലേ. എന്നാ അബ്ദുള്ള സാർ, ഈ സമയത്ത് ഒളിച്ചിരുന്നിട്ട് എന്ത് കാര്യം? പറന്നു വെട്ടാൻ വരുന്നവനെ എറിഞ്ഞ് കാലൊടിക്കാനുള്ള തന്ത്രമാണ് എടുക്കേണ്ടത്. എന്ത് തന്ത്രം? സുഗ്രീവനെ മാലയിടി ചടയാളം പിടിച്ചൊളിച്ചിരുന്ന് ബാലിയുടെ കഥ കഴിച്ചില്ലേ വീരശൂരനായ ജാനകി വല്ലഭൻ? പടച്ചോനെ, ഇതപ്പോ ഇങ്ങനൊരു ജോനോൻ ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോപ്പാ. സെൽഫോണിൽ കുത്തി വിളിച്ച് നിങ്ങൾ ഒരു കൊട്ടേഷൻ കൊടുക്കി. എത്ര ഉറുപ്പാണെങ്കിലും നമ്മൾ കൊടുക്കാം. ജോനോൻ അല്ല, ജാനകി വല്ലഭൻ. രാമായണ കഥയാ. ഇങ്ങക്ക് കഥ പറയാൻ കണ്ട നേരം ബാബാന്റെ ഏത് പാമ്പ് ഏത് വഴിക്ക് എപ്പോ വരുന്ന അറിയാതെ ബാക്കിയുള്ള അടിവയറ്റിൽ തീയ. ഇല്ല സാർ, ബാബയുടെ മൂർഖന്മാരെട്ട് മുമ്പേ നമ്മുടെ തക്ഷകൻ ബാബയെ കൊന്നിരിക്കും. പുറത്തങ്ങാനും വെച്ച് കൊന്നാ കടപ്പുറംകാരെ ഇളകും. കള്ളി വെളിച്ചത്തായ കത്തിച്ച് കടലിൽ കലക്കും. കൊച്ചിക്കാരെ സ്വാമിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. കുളിപ്പിച്ച് കിടത്താൻ മയ്യത്തോലും കിട്ടൂല. പുറത്തു വെച്ചല്ല, ബാബയുടെ ബംഗ്ലാവിൽ വെച്ച് തന്നെ ബാബയെ കൊല്ലണം. ക്യാപ്റ്റന്റെ ഓർഡറാ. ഇങ്ങേർക്ക് പ്രാന്താണ്. ബംഗ്ലാവിനകത്തേറി ബാബാനെ കൊല്ലാനാ? താനാ സൗദി അറേബ്യയിലേക്ക് കഞ്ചാവും കൊണ്ട് പോകും പോലെ. പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെ ആളെ കണ്ടെത്തണം. അകത്തുനിന്ന്? ആമാ, മുംബൈയിലും ഡൽഹിയിലും നടക്കുന്നത് ടിവിയിലും പത്രത്തിലും പാക്കലിയാണ്. അകത്തുള്ള ആളെ കൊണ്ട് കൊല നടത്തിയ നാട്ടാറ് വിളകാട്, നാട് വിളകാട്. അതിനാരെ കിട്ടാൻ? ഒരുത്തനെ കയ്യിലാക്കാൻ നോക്കിയപ്പോ തന്നെ ഈ ഗതിയായി. ഇനി പൊறுமைയായിരുന്നു പാരുങ്കോ അബ്ദുള്ള സാർ. വെയിറ്റ് ആൻഡ് സീ. എന്തേ? ഒന്നുമില്ല. ആരാ? എന്താ സലാമേ? എന്താ എനിക്ക് പറ്റിയത്? വല്ലാണ്ട് വിയർത്തിട്ടുണ്ടല്ലോ. ഞാൻ സ്വപ്നം കണ്ടതാ. അത്രേ ഉള്ളൂ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ആരോ വരാന്തേ കൂടി ഗോവണി കയറുന്നത് കണ്ട് സിക്കന്ദറിനെ വിളിച്ചതാ ഞാൻ. ബാബ സൂക്ഷിക്കണം. മിത്രങ്ങളാന്ന് കരുതുന്നവര് പോലും ചിലപ്പോ ശത്രുക്കളാവും. എന്നെ സൂക്ഷിക്കാൻ പടച്ചോനയച്ച നീയില്ലേ? പിന്നെ ജനിച്ചാൽ ഒരിക്കലും മരണമുണ്ട്. അതെപ്പോഴാന്ന് പടച്ചോന്റെ ആയുസിന്റെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. അപ്പോഴേ നടക്കൂ. എന്നാലും സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം ബാബ. ഇനി പൊതുപരിപാടികളൊക്കെ ഒഴിവാക്കണം. ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ നീ പോയി കിടന്നുറങ്ങി. സലാം ഭായി വാ. ഞമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ ബാവാടെ നിഴലിനെ പോലും ഒരുത്തനെ തൊടാൻ സമ്മതിക്കൂല. വാ. ബാബാ, എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. സലാം എന്തോ പേക്കിനാവ് കണ്ടതാ. അവൻ വന്ന് കയറിയതാ പേക്കിനാവ് കൊണ്ടല്ലേ? രാത്രിയിൽ പോര് പറയാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല ബാബാ, വിളിച്ചോണ്ട് പോവനെ. വാ.
എന്താ എണീറ്റത്? മതി. അരിപ്പത്തിരി ഇഷ്ടായില്ലേ? ഇഷ്ടാവഞ്ഞിട്ടല്ല, മതിയായിട്ടാ. ഈയിടെയായിട്ട് ഭക്ഷണം തീരെ കഴിക്കുന്നില്ല നീ. മനസ്സിൽ എന്തോ കേറിയിട്ടുണ്ട്. സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ തൽക്കാലം പൊതുപരിപാടികളിലൊന്നും പങ്കെടുക്കണ്ടെന്നാ തീരുമാനം. ശനി ശിവനെയും വിടില്ല എന്ന് പറഞ്ഞ പോലെ ബാബയ്ക്കും ഭയാശങ്കയോ? ഭയന്നിട്ടല്ല. ചിലര് സ്നേഹം കൊണ്ട് നമ്മളെ കെട്ടിടുമല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ. പറഞ്ഞ പോലെ അബൂബക്കർ മുസ്ലിയാരെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ഓ, ഞങ്ങൾ നേരിൽ ചെന്ന് വിളിച്ചോളാം. ആ, ഞാൻ പറഞ്ഞോളാം. പോലീസ് സ്റ്റേഷനാ DSP അനിരുദ്ധൻ. എന്തേ? നമ്മളെ സുലൈമാനെ കസ്റ്റഡിയിൽ എടുത്തേക്കുന്നു. കള്ള രശീത് അടുപ്പിച്ച് ബാബന്റെ പേരും പറഞ്ഞ് പോർട്ടിലെ കണ്ടെയ്നറുകാരോട് പിരിവ് നടത്തി. തരൂലെന്ന് പറഞ്ഞ ഒരുത്തനെ തല്ലി നിലംപരിശാക്കി. അയാൾ ആശുപത്രിയിലാ. ചത്ത കൊലക്കേസാണെന്നാണ്. ബാബയൊന്ന് അവിടം വരെ ചെല്ലണോന്നാ പറയണത്. പറഞ്ഞാല് ഞാൻ പോയിട്ട്. വേണ്ട, അയാൾക്ക് എന്നെയാണ് ആവശ്യം. കേസ് ചാർജ് ചെയ്തോളാൻ പറ അയാളോട്. കുറച്ച് ആളകത്ത് കിടക്കട്ടെ, എന്നാലും അവൻ പഠിക്കൂ. എന്നാലും ബാബ നിന്നെ ഇങ്ങനെ വിട്ടുകളെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ DSP അനിരുദ്ധ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ കൽബ് പിടച്ച പടപ്പ് എന്താണെന്ന് അറിയോ? അബ്ദുള്ള സാർ എന്നെ വിളിച്ചു പറഞ്ഞു 8.5 രൂപ ചെലവായാലും തന്നെ ജാമ്യത്തിൽ എടുക്കണമെന്ന്. അത്രയും പോലും മര്യാദ നിന്റെ മാമനെന്ന് പറഞ്ഞ മാമ കാണിച്ചോ? ജാമ്യത്തിലെടുക്കാൻ വന്നില്ല, പോട്ടെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ? ജയിലിലെ പോട്ട് അടിച്ചു കൊല്ലാനല്ലേ പറഞ്ഞത്? എന്റെ മാമനെങ്ങാനായിരുന്നെങ്കിൽ ഇന്റെ നേരം കൊണ്ട് കൊന്ന് കടലേ പോട്ടിരുപ്പാൻ. അങ്ങനെ പറയല്ലേ സ്വാമി, കൊല്ലാൻ പറ്റുമോ? സുലൈമാന്റെ സ്വന്തം മാമയല്ലേ? ഏത് മാമ? എന്ത് മാമ? അയാൾ എനിക്ക് ആരുമല്ല. കൊല്ലും ഞാൻ. വെറുതെ വെറും വാക്ക് പറയാതെ സുലൈമാൻ. വെറും വാക്കല്ല, സുലൈമാൻ കൊല്ലും പറഞ്ഞ കൊല്ലും. എന്നാ ഞങ്ങളുണ്ടാവും നിന്റെ ഒപ്പം. ബാബ മയ്യത്തായ പിന്നെ നീയല്ലേ ബാബ? പിന്നെ മാസപ്പടി പറ്റം മേടിച്ച് ഉണ്ടും തിന്ന് മുണ്ടും കീറി നടക്കേണ്ട കാര്യമുണ്ടോ എനക്ക്? പേടിക്കണ്ട, मैं तुम्हारे साथ हूं. ये लो पिस्तौल. बाबा को खत्म करो. कैसे गोली चलाना है मैं तुम्हें सिखाऊंगा. ആരും സംശയിക്കാതെ ഇത് നടത്തിയ നീയാണ് രാജ ഹാർബർ അടക്കി വാഴുന്ന ഡോൺ. ആരും സംശയിക്കാതെ ഇത് നടത്തിയ നീയാണ് രാജ ഹാർബർ അടക്കി വാഴുന്ന ഡോൺ.